നമസ്തേ. ഒരുപാട് സൈക്കിക്സ് അല്ലെങ്കിൽ സൈക്കിക് അനുഭവങ്ങളുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പല കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ഒരു ലോട്ടസ് പോസ്റ്ററിൽ ഇരിക്കുന്നതായിട്ട് തോന്നുകയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരമല്ല, മറിച്ച് ശരീരം അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് അതേ വ്യക്തിയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ഒരു ലോട്ടസ് പോസ്റ്ററിൽ ഇരിക്കുകയും അന്തരീക്ഷത്തിലേക്ക് ലെവിറ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ ആ മുറിയിലാകെ കറങ്ങുന്നു, ചിലപ്പോൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്കും പരിസരത്തേക്കും ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകുന്നു, പിന്നീട് തിരിച്ച് ഈ ശരീരത്തിലേക്ക് തന്നെ വന്ന് പ്രവേശിക്കുന്നു. ഒരു തരത്തിലുള്ള ഒരു അസ്ട്രൽ പ്രൊജക്ഷന്റെ ഒരു വേരിയന്റ് പോലുള്ള അനുഭവങ്ങൾ ചില ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോട്ടസ് പൊസിഷൻ എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ചിലർക്കത് കിടക്കുന്ന രീതിയിലായിരിക്കാം, ചിലർക്കത് പറക്കുന്ന രീതിയിലായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുടെ ആത്മാവ് ഇറങ്ങി നടന്നു പോകുന്ന രീതിയിലും ആയിരിക്കാം. ആ സമയത്ത് ഇവർക്ക് പല കാഴ്ചകൾ, പല എക്സ്പീരിയൻസുകൾ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. ചിലർക്ക് കാഴ്ചകളോ എക്സ്പീരിയൻസസോ ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. ആകെ ശരീരം കിടക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ലെവിറ്റേറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യാം. ഇതൊക്കെ ഒരു സൈക്കിക് അനുഭവങ്ങളാണ്. ലെവിറ്റേഷൻ ഡ്രീംസ് അല്ലെങ്കിൽ ലെവിറ്റേഷൻ എക്സ്പീരിയൻസസ്, എസ്പെഷ്യലി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല, സെർട്ടൻ പീപ്പിളിന് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ഫോൺ കോൾ വരും, ഞാൻ ഇന്ന സ്ഥലത്ത് വണ്ടി ഓടിച്ച് ഇന്ന വളവിനടുത്തെത്തുമ്പോൾ എൻ്റെ ബോസിന്റെ ഫോൺ കോൾ വരും എന്ന് വിചാരിക്കുകയും അയാളുടെ ഫോൺ കോൾ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരാളുടെ വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ വന്ന് അടിക്കുകയും കരയുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് അയക്കത് എന്താണെന്ന് മനസ്സിലായില്ല. കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോവുകയും പിന്നീടാണ് അറിയുന്നത് ഈ കുട്ടിക്ക് പിറ്റേ ദിവസം ആ കുട്ടിയുടെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു അസുഖം ബാധിച്ചതും അതിനായിട്ട് ഡോക്ടറെ കാണാൻ പോയതും ഒക്കെ. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ പല ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ആരെയാണോ അടിച്ചത് അയാളാണ് എന്നോട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പല എക്സ്പീരിയൻസസ് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാൾ തന്നെ ഒരുപാടെണ്ണം പറയുകയല്ല, ഇത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ മാനസിക നില, അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണെങ്കിലും അവരുടെ മറ്റു കാര്യങ്ങളാണെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്ന സമയത്ത് ഇവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഹാലൂസിനേഷൻ ആണോ, ഇല്യൂഷൻ ആണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ, ആ ഒരു രീതിയിലും ഞാൻ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാനസിക രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 6 month ഓർ എബോവ് ആയിട്ട് DSM, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, അതുപോലെ തന്നെ ICD തുടങ്ങിയിട്ടുള്ള മനോരോഗത്തിന്റെ നിർണയ മാനുവലുകളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ മാനുവലുകളിൽ ഈ മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, സൈൻസും സിംറ്റംസും, പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന അടയാളങ്ങളും ആ വ്യക്തി അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ അതൊരു മാനസിക രോഗമാണ് എന്ന് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ ഈ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള പ്രത്യേകിച്ചുള്ള സിംറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇവർ 6 month ഓർ എബോവ് ആയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ ഒരു മെസ്സപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതം വളരെ സ്മൂത്തായി, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തന്നെ കടന്നു പോകുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് വറീഡ് ആകുന്നതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, എനിക്കിപ്പോ ഒരു സ്വപ്നം ഞാൻ കാണുകയാണ്, അപ്പൊ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ പിന്നീട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലൊരു ചിന്ത വന്നു, അത് പിന്നീട് നടക്കുന്നതായിട്ട് കാണുന്നു. ഇതിന് സയൻസ് പല എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ഇതൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഓരോ ഹൈപ്പോത്തീസിസുകൾ മാത്രമാണ്, ഒരു കൺക്ലൂഷൻ അതിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ തോട്ട്സും ഡ്രീംസും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പലരും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരുമ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ അവർക്ക് തിരുത്തി കൊടുക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ തോട്ട് വന്നതുകൊണ്ടോ അല്ല മറ്റുള്ളവരിൽ ആ കാര്യങ്ങൾ നടക്കുന്നത്. അതിന് പകരമായിട്ട് ഒരു ക്ലെയർവോയന്റ് എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിനെ കാണാനായിട്ട് ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് ലോകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു മെറ്റഫിസിക്കൽ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക്, ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് നമുക്കൊരു ആക്സസ് കിട്ടുകയാണ്, ഒരു ടെമ്പററി ആയിട്ട്. ഇനി ചിലരിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് അതിലേക്ക് ആക്സസ് ഉണ്ട്. ആത്മീയതയിൽ മുഴുകി ജ്ഞാനോദയത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പാരമ്യത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരൊരു പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഒരാൾ സമാധിയാകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അയാൾ
പരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നതുമായിരിക്കാം. എനിവേ, നമുക്കൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു മെറ്റഫിസിക്കൽ റലത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ ഇങ്ങനെയാണ് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് എബിലിറ്റി ഉള്ള ആളുകൾ, ഇത് കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ പല എക്സ്പീരിയൻസസ്. അപ്പൊ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇവര് സാധാരണ ആളുകളെക്കാളും ഈ ഭൗതികമായിട്ടുള്ള റലത്തിൽ നിന്ന് അവര് ഒരു അനദർ ഡയമെൻഷനിലേക്ക് അവർക്ക് ഒരു ആക്സസ് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങളോട് താല്പര്യം കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്തിനോടാണോ താല്പര്യം കാണിക്കുന്നത് അത് നമ്മളോട് താല്പര്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യം അത് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിലേക്കും തൽപരരായി മാറുന്നത്. നമ്മൾ എന്ത് രീതിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ വൈബ്രേഷനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. നമ്മൾ എന്തിനെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ ഉള്ളിലത്തെ പൊരുളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദ യൂണിവേഴ്സ് ഈസ് സീക്കിംഗ് ദം, അല്ലെങ്കിൽ പ്രപഞ്ചം എല്ലാവർക്കും സമ്മാനപ്പൊതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ സമ്മാനപ്പൊതി ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഈ സമ്മാനപ്പൊതി ഓപ്പൺ ചെയ്തവർ, അല്ലെങ്കിൽ ചോസൺ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ആത്മീയമായി ഒരു ഔന്നത്യത്തിലേക്ക് പോകുന്ന ആളുകളുടെ ലക്ഷണമാണ്. ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വരാം. ഇനി ഇറിലീജിയസ് ആയിട്ടുള്ളവർക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് വിശ്വാസിയാണെങ്കിലും, സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പോലും, സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന ആൾ ലിമിറ്റഡ് ആണെന്ന് പലതവണ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഈ ലോകത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് ഉണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ അവിടെ വെക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉത്തരവില്ല. നിലവിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും പ്രശ്നമാണ്. അപ്പൊ ഈ ചെറിയ ഭൗതിക ലോകത്തിന്റെ നൂലാമാലകളുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് പോലും ചിലപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോ യുക്തിവാദി ആയാലും നിരീശ്വരവാദി ആയാലും ഏത് തരത്തിലുള്ള ചിന്താധാരകളിൽ വിശ്വസിക്കുന്നവരായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ പ്രപഞ്ചം തിരഞ്ഞെടുത്തവരുടെ ലക്ഷണങ്ങൾ നമുക്ക് അടുത്ത പ്രത്യേകത എന്താണ് എന്നുള്ളത് നോക്കാം. മൈറസ് ആൻഡ് ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. 16 പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് ഇത് സിമ്പിൾ ആയിട്ട് അറിയപ്പെടുന്നത്. കാൾ ഗുസ്താവ് യുങ്ങിന്റെ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഈ 16 പേഴ്സണാലിറ്റി ടൈപ്പുകളെ ഇവര് ഉരുത്തിരിച്ചെടുക്കുന്നത്. ഈ ടെസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ഫ്രീ ആയിട്ട് തന്നെ ഒരു 100-150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണ്, നിങ്ങൾക്ക് പറ്റിയ കരിയർ ഏതാണ്, നിങ്ങളുടെ സ്വഭാവങ്ങൾ ഏതാണ് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ സോഡിയാക് സൈനിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പോലെ തന്നെ ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മനഃശാസ്ത്രത്തിന്റെ ബേസിൽ നമ്മുടെ മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ അറിയാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പറയുന്ന കുറെ ടൈപ്പുകളിൽ ഇൻറ്റ്യൂറ്റീവ് ടൈപ്പ് ഉണ്ട്. ഇൻറ്റ്യൂഷൻ ആൻഡ് സെൻസിങ് എന്ന് പറയും. അപ്പൊ ഇൻറ്റ്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെൻസിങ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വകഭേദമാണ് സെൻസിങ്. ഈ സെൻസിങ് ടൈപ്പിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന അനുഭവങ്ങളെയാണ് അവർ വിലക്കെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ചിന്തകളും പ്രവർത്തികളും അണ്ടർസ്റ്റാൻഡിങ്ങും ഇവാലുവേഷനും ജഡ്ജിങ്ങും ഒക്കെ വരുന്നത്. അപ്പോ ഇത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് അവർ ചിലപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല. അവരുടെ ബ്രെയിൻ സിസ്റ്റം അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഇൻറ്റ്യൂഷൻ ഇല്ല എന്നല്ല പറയുന്നത്. ഇത് ഇൻട്രോവേർഡ്സ് എക്സ്ട്രോവേർഡ്സ് എന്ന് പറയുന്ന പോലെ ഇത് രണ്ട് ഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്, ആംബിവേർഡ്സ് ഉണ്ട്. അപ്പൊ ഈ സ്കെയിലിന്റെ ഏതറ്റത്തേക്ക് പോകുമ്പോഴാണ്, ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അത് മറ്റേ എക്സ്ട്രീമിലേക്ക് പോകുന്ന സമയത്ത് എക്സ്ട്രോവേർഷനിലേക്കും വരാം. അപ്പോ ഇത് ആളുകളിൽ കൂടിയും കുറഞ്ഞും, അതായത് ആളുകളുടെ ലൈഫ് സ്പാൻ, ചിലപ്പോൾ കുട്ടിക്കാലത്ത് വളരെയധികം ഇൻഡ്യൂറ്റീവ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ വലുതാവുമ്പോൾ അയാൾക്ക് ഇൻഡ്യൂഷൻ കുറഞ്ഞ് സെൻസിങ് ടൈപ്പിലേക്ക് അധികരിക്കാം. അപ്പൊ ഒരു 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 50-50 പോസിബിലിറ്റി, 50 അധികരിക്കുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഈ ഒരു ഡയമെൻഷൻ, ഈ ഒരു പേഴ്സണാലിറ്റി ഡയമെൻഷനിൽ മാറ്റം വന്നേക്കാം. പേഴ്സണാലിറ്റി ഈസ് ഡൈനാമിക് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി മാറ്റത്തിന് വിധേയമാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആളുകളുടെ വ്യക്തിത്വം മാറി മറിയും. ചിലപ്പോൾ ഇന്ന് ഇൻട്രോവേർട്ട് ആയവൻ നാളെ എക്സ്ട്രോവേർട്ട് ആവാനോ ആംബിവേർട്ട് ആവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ ഇൻറ്റ്യൂറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർജ്ഞാനത്തിലേക്ക് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാർ. അവര് സെൻസറി ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഇൻറ്റ്യൂഷനാണ് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ സെൻസറി ഓർഗനിൽ നിന്ന് വന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരെ നയിക്കുന്നത് ഇൻറ്റ്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും.
ഈ ഇൻറ്റ്യൂറ്റീവ് ടൈപ്പ് ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഈ ഇൻറ്റ്യൂറ്റീവ് ടൈപ്പിൽ തന്നെ ഇൻട്രോവേർട്സും കൂടെ ആണെങ്കിൽ ഇവർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു പേഴ്സണാലിറ്റി ടൈപ്പിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ് ടൈപ്സിന് ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഈ ടൈപ്പ് ആകണമെന്നോ അല്ല മറ്റേ ടൈപ്പുകാർ ഇങ്ങനെ അല്ലെന്നോ അല്ല, അവരും ഈ രീതിയിലായി വരാം. ഈ രീതിയിലായി വരുന്ന സമയത്ത് ഇവരുടെ ഈ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ശാസ്ത്രീയ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് എന്താണ് അടുത്ത പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. ഈ സ്ട്രോങ് ഇൻഡ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിനോട് ഇവർ ഓപ്പൺ ആയിരിക്കും. ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ചിന്തകളിൽ ഇവർ മുഴുകിയിട്ടുണ്ടായിരിക്കും. ഇവർക്ക് എപ്പോഴും ഇവരുടെ മനസ്സിൽ ആത്മീയതയെ കുറിച്ചിട്ടുള്ള ചിന്ത, ഇതൊരു മതത്തിനപ്പുറത്തേക്ക് അവർ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തേതൊക്കെ ആയിരിക്കും. എന്താണ് ഈ മതങ്ങൾ എന്തിനുണ്ടാക്കി, ഇതിന്റെ നേതാക്കന്മാർ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, ഈ നേതാക്കന്മാരെ ഉപയോഗിച്ച് മറ്റാരെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്ക് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ ഞാൻ എന്തിനിവിടെ ജനിച്ചു, അതുപോലെ തന്നെ എന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, ഈ പ്രപഞ്ചം എന്താണ് ഈ സമയം എന്ന് പറയുന്ന സംഗതി, എന്താണ് ഈ സ്പേസ് എന്ന് പറയുന്ന കാര്യം. അപ്പോ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ തോട്ട്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. എപ്പോഴും ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള മീനിങ് സീക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് ഇവർ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വിക്ടർ ഫ്രാങ്കിളിനെ പോലെയുള്ള ചിന്തകർ പറയുന്നത്, അത്തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്, അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്നിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പം ആ ഒരു അനുഭവങ്ങൾക്ക് ശേഷമൊക്കെ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയിൽ പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി, അതിന്റെ ഒരു പിതാവ് തന്നെയാണ് വിക്ടർ ഫ്രാങ്കിൾ. അദ്ദേഹം പറയുന്നത് മനുഷ്യന് ജീവിതത്തിലുള്ള പർപ്പസ്, ആ ഒരു മീനിങ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്താണ്, ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്താണ് അവൻ മറ്റു രീതിയിലുള്ള ഡിപ്രഷനിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന മീനിങ് നഷ്ടപ്പെടുന്ന സമയത്ത് വി വിൽ ഡിസ്ട്രാക്ട് അവർ സെൽഫ്സ് ബൈ പ്ലഷർ, നമ്മൾ പ്ലഷർ കൊണ്ട് നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ ആത്യന്തികമായിട്ട് ഈ ഒരു പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ഒരു വാസന മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ തിയറി വെളിച്ചം വീശുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ചിന്തകളിൽ എപ്പോഴും ഈ യൂണിവേഴ്സൽ കോളുള്ള ആളുകൾ മുഴുകിയിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ സ്പിരിച്വൽ നോളജിലുള്ള അറിവ് ശേഖരിക്കാൻ, ഒരു റിലീജിയസ് റിച്വൽസ് എന്നതിനപ്പുറത്തേക്ക് ആത്മീയതയുടെ തലങ്ങളിലേക്ക് ഉയരാനായിട്ട്, അവരേത് മതത്തിൽപ്പെട്ടവരായാലും അവര് ഒരു സെർട്ടൻ ഏജ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവര് മതത്തിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ടായിരിക്കും. അവര് മറ്റുള്ള മതത്തിൽപ്പെട്ട ആൾക്കാരെ ആയാലും മറ്റുള്ള കോണ്ടിനെന്റ്സിൽപ്പെട്ട ആൾക്കാരെ ആയാലും ഏത് ലോകരാഷ്ട്രങ്ങളിലുള്ള ആൾക്കാരെ ആയാലും അവരൊക്കെ മനുഷ്യരായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും, അവർക്ക് മനുഷ്യരായിട്ട് എല്ലാവരെയും കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റുള്ള ജീവജാലങ്ങളെ, മൃഗങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് സഹജീവികളായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചത്തിനെ ഒരു വണ്ണസോട് കൂടി കാണാനുള്ള കപ്പാസിറ്റി ഈ സ്പിരിച്വൽ കോളുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പ്രയോഗമാണ് ഞാൻ ഈ വീഡിയോയിൽ നടത്തുന്നത്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത. ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ലെവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഉറക്കത്തിലുമല്ല ഉണർവിലുമല്ല, നമ്മൾ നമ്മളുടെ മനസ്സിന് സജഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ പാതിമയക്കത്തിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്തോ ഒക്കെ ആയിട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തരം ഡ്രീമിംഗ് ആണത്. ഫുള്ളി കോൺഷ്യസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഹിപ്നോസിസ് സ്റ്റേജിൽ തന്നെ നമ്മളെ തന്നെ കൊണ്ടുവന്നിട്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഒരു പർപ്പസീവ് ഡ്രീമാണ്. അപ്പൊ ആ സാധാരണ ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ സാധാരണ ഉറങ്ങുമ്പം നമ്മുടെ REM സ്ലീപ്പിന്റെ സമയത്ത് കാണുന്ന ഡ്രീം എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നിയന്ത്രണത്തിലും ഉള്ളതല്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നടന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ മനസ്സിന്റെ അന്തർതലങ്ങളിലുള്ള അല്ലെങ്കിൽ ആ അടിത്തട്ടുകളിലുള്ള വാസനകൾ പോലും ചിലപ്പോൾ അത് നമ്മൾ ഒരു ടാബു എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുക, സോഷ്യലി അക്സെപ്റ്റഡ് അല്ലാത്ത കാര്യങ്ങൾ പോലും ആ സ്വപ്നങ്ങളിൽ മനുഷ്യനിൽ പ്രത്യക്ഷപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. യു ഹാവ് എ കൺട്രോൾ. നിങ്ങൾ എന്താണ് ഡ്രീം ചെയ്യുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട്.
അപ്പൊ ഈ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒത്തിരി നൂലാമാലകളുണ്ട്. ഇതൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ള അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്തൊന്നും ചെയ്യുന്നതിനെ ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഈ ഒരു സ്പിരിച്വൽ കോളുള്ള ആൾക്കാർക്ക് ലൂസിഡ് ഡ്രീമിംഗ് വളരെ ഈസി ആയിരിക്കും. കാരണം ഇവരെപ്പോഴും പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ലൂസിഡ് ഡ്രീമിംഗ് പകൽക്കിനാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ്. സോ സ്പിരിച്വൽ കോളുള്ള ആളുകൾ ഈ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലർ അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അവരുടെ ജീവിതത്തിൽ തിരിച്ചടികൾ വരുന്ന സമയത്ത് അവർ നെഗറ്റീവായിട്ട് ചിലപ്പോൾ ഇത്തരം സിദ്ധികളെ ഉപയോഗിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. പോസിറ്റീവ് ആയിട്ടുള്ള ഡ്രീംസ് കാണാനായിട്ട്. കാരണം നിങ്ങൾ എന്താണ് എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളിലേക്ക് മറ്റു കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ എന്താകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നതിന് അടിസ്ഥാനത്തിലല്ല. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കും എന്ന് പറയുന്നതിനപ്പുറമായിട്ട് നമ്മൾ എന്തായി മാറുന്നോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ലൂസിഡ് ഡ്രീമിംഗ് കാണാനുള്ള എബിലിറ്റീസ് ഈ പറഞ്ഞ സ്പിരിച്വൽ കോളുള്ള ആളുകൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ അല്ലാത്ത സ്വപ്നങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ആൻഡ് വിവിഡ്നെസ് ഉണ്ടായിരിക്കും. ഇത് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇത്തരത്തിലുള്ള ലൂസിഡ് ഡ്രീമിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവർക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഒരു ഡ്രീം കാണുകയാണെങ്കിലും, ഒരു തോട്ട് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിലും, ഒരു ധ്യാനം ചെയ്യുവാണെങ്കിലും, ഒരു കാര്യത്തെ ആഗ്രഹിക്കുവാണെങ്കിൽ പോലും നമ്മളത് നമ്മളുടെ ലൈഫിന്റെ മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസീവ് ആയിരിക്കണം. അതായത് നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ നമ്മൾ ഉന്നത വിജയം നേടി എന്നുള്ള അർത്ഥം ഞാൻ പല വീഡിയോകളിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് പോലെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷ എഴുതി പാസ്സാകാനോ വേണ്ടിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് സഹജീവികൾക്ക് ഒരു ഗുണം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ചുറ്റിനുള്ള ആൾക്കാർക്ക്, അത് മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പ്രകൃതി ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. വിശന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്നത്തെ ലോകത്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എന്താണെന്നൊക്കെ ഉള്ളത് മറ്റു വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ളത് കൊണ്ടല്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഒരാഴ്ചത്തെ ചെലവിന്. നിങ്ങളുടെ തന്നെ ചെലവ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളില്, മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ്. ഈ 1000 രൂപ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ചിലപ്പോൾ പട്ടിണിയിലാവും. അപ്പൊ ഇത്രയും ഉള്ള സാഹചര്യത്തിൽ കൂടുതൽ പണം, ഇപ്പൊ ഓൾറെഡി ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പെൻഷൻ പണം ഉപയോഗിച്ചിട്ട് അയാൾ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഇപ്പൊ 10 പേർക്കാണ് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അയാൾക്ക് വീണ്ടും പണത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുവാണെങ്കിൽ, റിസോഴ്സസിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അയാൾക്ക് 20 പേരെ സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിക്കുന്ന മഹാപ്രസ്ഥാനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാര് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും ഉള്ളത് നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എതിർപ്പുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഏതൊരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുവാണെങ്കിലും അതിനെതിരെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നായ്ക്കുട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു യൂണിവേഴ്സൽ കോൾ ഉള്ളത് കൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ഈ പറയുന്ന ഡ്രീംസ്, ഇമാജിനേഷൻ, അതുപോലെ തന്നെ തോട്ട്സ്, ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെയുള്ള പല സിദ്ധികളും നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് വരുന്ന സമയത്ത്, നിങ്ങൾക്ക് തിരിച്ചടികളും വീഴ്ചകളും ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തിയെ ഹർട്ട് ചെയ്യാൻ ഉപയോഗിക്കുവാണെങ്കിൽ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. സോ നമ്മൾ തന്നെ പോസിറ്റീവ് ബീയിങ് ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മളുടെ ചിന്തകളെ പോലും സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം എവരിത്തിങ്, എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് യാഥാർത്ഥ്യമായിട്ട് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ളവ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അടുത്ത ഒരു സിദ്ധി എന്ന് പറയുന്നത് സിനസ്തീറ്റ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. സിനസ്തീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒക്കെ സെപ്പറേറ്റഡ് സെൻസസ് ആണ്, അല്ലെ? നമുക്ക് കാഴ്ചയുണ്ട്, നമ്മൾക്ക് കേൾവിയുണ്ട്, നമ്മൾക്ക് സ്പർശനം അറിയാം, നമുക്ക് ടേസ്റ്റ് അറിയാം, സ്മെൽ അറിയാം. ഇതൊക്കെ സെപ്പറേറ്റ് സെൻസസ് ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ ശബ്ദത്തിനെ കാണാൻ പറ്റുമോ? നമുക്ക് ശബ്ദത്തിനെ കാണാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് സയൻസിന്റെ സഹായത്തോടു കൂടി അതിന്റെ വേവ്സും കാര്യങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി
നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അതിന്റെ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ. അത് ആ സമയത്ത് നമുക്കൊരു വിഷ്വൽ ഇൻഫർമേഷൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മളത് യുക്തിപരമായിട്ട് നമ്മൾ സയൻസിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്തെടുത്തതാണ്. നമുക്ക് മറ്റൊരു കാര്യങ്ങളുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒരു ശബ്ദത്തിനെ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക, ശബ്ദത്തിനെ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ്, കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിനെ നമുക്ക് കാണാൻ പറ്റുക. പാട്ടെന്ന് പറയുന്നത് ഒരു വീഡിയോ സോങ് കാണുന്ന കാര്യമല്ല. ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഈ ഒരു എബിലിറ്റിനെയാണ്, അതായത് ഓരോ സെൻസിനെ, ഒരു ശബ്ദത്തിനെ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഒരു നിറത്തിനെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കാഴ്ചയെ നിങ്ങൾക്ക് മണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ സെൻസസ് മിക്സ് ആയി അല്ലെ, സെൻസസ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ്. ഇതിനാണ് സിനസ്തീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ സിനസ്തീറ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ സ്പിരിച്വൽ കോളുള്ള ആളുകൾക്ക്, യൂണിവേഴ്സൽ കോളുള്ള ആളുകൾക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കും. ഇതൊരു അബ്നോർമൽ സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട് എന്ന് കരുതി ഒരാൾ ഷെയർ ചെയ്തു എന്ന് കരുതി അയാൾക്ക് എന്തോ പ്രശ്നമാണെന്ന് പറയരുത്. കാരണം ഒരാൾക്ക് മാനസിക പ്രശ്നമാണെന്ന് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ DSM-ലും ICD-യിലും ഉള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് 6 മാസമോ അതിലധികമോ ആയിട്ട് അവർക്കോ ചുറ്റിനുള്ളവർക്കോ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പൊ അവർക്കതൊരു ക്യൂരിയസ് ആയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ അത് പെർസീവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണോ, ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണോ, ആത്മീയതയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പോകുന്ന ആൾക്കാരാണോ, അതോ ഇതിനെല്ലാം എതിരെ പറയുന്ന ഞാൻ യഥാർത്ഥ മതവിശ്വാസിയാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നൊക്കെ പറയുകയും എന്നാൽ യാതൊരു കൂറും ഇത്തരം കാര്യങ്ങളോട് പുലർത്താതിരിക്കുന്ന ആൾക്കാരാണോ മറ്റുള്ളവരെ കൂടുതൽ ഹർട്ട് ചെയ്യുന്നത്, വേദനിപ്പിക്കുന്നത്, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ അബ്നോർമൽ നോർമൽ ആയിട്ട് മാറുകയാണല്ലേ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നതിൽ നിന്ന് മാറിയുള്ള അവസ്ഥയാണോ യഥാർത്ഥ നോർമൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അബ്നോർമൽ എന്ന് പറഞ്ഞു തള്ളുന്നതിന് പകരം നമ്മൾ അവിടെ അതിനെ ഒരു നോർമാലിറ്റിയുടെ കണ്ണോടുകൂടി വീക്ഷിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഫ്രെയിംവർക്കിനുള്ളിലേക്ക് അടിച്ചു താത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഒരു മരത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് 4 വശത്തു നിന്നും അതിന്റെ ഇലകൾ നീണ്ടുവരുന്നതിനനുസരിച്ച് വെട്ടിയൊതുക്കി കൊണ്ടുപോവുകയാണെങ്കിൽ, ചില ചെടിത്തോട്ടങ്ങളിലൊക്കെ കാണാം അല്ലെ, ഈ പ്ലാന്റ്സ് വെട്ടിയൊതുക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ഗ്രോത്ത് അല്ല. സോ നാച്ചുറലി ആ ഗ്രോത്തിനനുസരിച്ചിട്ട് നമ്മളുടെ പെർസെപ്ഷനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു മനുഷ്യന് മാനസികവും ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. സോ മാനസിക രോഗം ഉണ്ടെന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന ആളുകളോ അല്ല. ഇതിലൊക്കെ ഉപരിയായിട്ട് നോർമൽ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാര്, പല ആൾക്കാരും ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നത്തെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം വെളിവാകുന്ന സമയത്ത് അന്നേരം മാത്രമാണ് ജനത്തിന് ബോധ്യം വരുന്നത് ഇത് ഇത്രയും ഈവിൾ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട അനുഭവം തോന്നിയേക്കാം. കാരണം ഇവർക്ക് താല്പര്യമുള്ള മേഖലകൾ, ഉന്നതമായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അത് പറയുകയും അത് കേൾക്കാനും ഒക്കെ സാധാരണ ആൾക്കാർക്ക് മനസ്സുണ്ടാവുകയില്ല. അപ്പൊ ഇവർക്ക് തന്നെ തോന്നും ഞങ്ങള് ഒരു ഔട്ട്കാസ്റ്റ് ആണ് എന്നുള്ളത്, ഈ ഒരു നോർമാലിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ചിലപ്പോൾ തോന്നും. പക്ഷെ ഈ നോർമാലിറ്റി എന്ന് പറയുന്നത് മജോറിറ്റി നടക്കുന്ന വഴിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രാ അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ട് മാറുക എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുക മാത്രമാണ് ചെയ്യുന്നത്. കത്താത്ത 1000 ബൾബുകൾക്കിടയിൽ ഒരു ബൾബ് കത്തുന്ന സമയത്ത് ആ ബൾബാണ് കുറ്റക്കാരൻ എന്ന് മറ്റു ബൾബുകൾ പറയും എന്നതുപോലെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്താൽ വിളിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആത്മീയതയുടെ ഉന്നത മേഖലകളിലേക്ക് കയറി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതലും സാധാരണഗതിയിൽ ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വേറുള്ള വ്യക്തികളെ കുറിച്ചായിരിക്കും, മറ്റുള്ളവരെ വിധിക്കുന്നതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നൂലാമലകളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ സങ്കീർണതകളെ കുറിച്ചായിരിക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള വളരെ ചുമക്കാൻ എളുപ്പമുള്ള മുഖമാണ് ആത്മീയത എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇവരുടെ ആത്മീയത തന്നെ മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമായി പോയി എന്നുള്ളതാണ്. അത് അങ്ങനെ അവര് അന്ധമായി പോയി എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പോലുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾ സഹോദരന്റെ കണ്ണിലെ
കരടെടുക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം മാറ്റുക. തടിക്കഷ്ണം എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് അപ്പുറത്തുള്ളവന്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പ്രപഞ്ചത്തിനെ കാണാനാവുകയാണ്. എല്ലാവർക്കും കുട്ടിക്കാലത്ത് വളരെ ക്യൂരിയോസിറ്റിയാണ്. മാജിക്ക് അല്ലെങ്കിൽ നാടൻ കഥകൾ കേൾക്കുക, മുത്തശ്ശി കഥകൾ കേൾക്കുക, അതുപോലെ തന്നെ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കേൾക്കുക, മിസ്റ്റിസിസത്തിനെ കുറിച്ച് അറിയുക. ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. എത്ര കേട്ടാലും അവർ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ചെറുപ്പത്തിൽ മജോറിറ്റി ആൾക്കാരും ഇങ്ങനെയാണ്. പക്ഷെ ചിലർ വളർന്നു വരുന്നതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുപോകും എന്നുള്ളതാണ്. പക്ഷെ ചിലർക്ക് ഈ കുട്ടിത്തം, ഈ പാഷനേറ്റ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി വലുതാകുമ്പോഴും അവരിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ കോളുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പാഷനേറ്റ്ലി ക്യൂരിയസ് ആകുക. അത് ഇവിടെയുള്ള ഈ മെറ്റീരിയലിസ്റ്റിക് ലോകത്തിന് അപ്പുറമായിട്ട് ചില ആളുകൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും വേറുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനായിട്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയലിസം അതിനെ ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ ക്യൂരിയസ് ആകാനായിട്ട് സാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ക്യൂരിയസ് ആകുന്ന അവസ്ഥ, ഈ പ്രപഞ്ചത്തിന്റെ മൂല കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്യൂരിയസ് ആകുന്ന അവസ്ഥ, ഈ മൂല കാരണം എന്താണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വിളി ലഭിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഈ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ മതത്തിൽ കണ്ട മനുഷ്യനിർമ്മിതമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഉണ്ടാക്കിയ കൾച്ചറിന്റെ ബേസിൽ ഉണ്ടാക്കിയ ദൈവത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പരമമായ ശക്തിയാണ്. ഈ ശക്തിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബുദ്ധിയില്ല. കാരണം ഇത് ബുദ്ധിക്കപ്പുറത്തേക്കാണ്. ബുദ്ധി പ്ലസ് ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് പ്ലസ് ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓർ ബിയോണ്ട് ഇന്റലിജൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു അന്വേഷണം, മാലാഖമാരെ കുറിച്ചിട്ടുള്ള അന്വേഷണം, അല്ലെങ്കിൽ മിത്തോളജിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം, അല്ലെങ്കിൽ ഡീമൺസിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം, ഡീമനോളജിയെ കുറിച്ചിട്ടുള്ള പഠനം, അല്ലെങ്കിൽ സ്പിരിച്വൽ തലത്തിൽ കൂടെ മതങ്ങളിൽ കൂടെ കുറച്ചായിട്ട് ലഭിച്ചിട്ടുള്ള ആത്മീയ ജ്ഞാനത്തിന്റെ അന്തസത്തകളെ തേടിയുള്ള അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള മൂലകാരണങ്ങളെ തേടിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റി വലുതാകുമ്പോഴും ഈ സ്പിരിച്വൽ കോൾ ഉള്ളവരിൽ തുടർന്നുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അടുത്തത്, ഇവർ അന്തർജ്ഞാനത്താൽ അനുഗ്രഹീതരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇവരുടെ മനസാക്ഷി ഇവരോട് എപ്പോഴും സംവദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ ഇവരുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങൾ അവർക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ വ്യഗ്രതപ്പെട്ട് ഓടിക്കൊണ്ട് വിയർത്തുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അവർ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഓടുന്നത്? ഇത്ര ലളിതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത് എന്നുള്ളത്. ഇത് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, ജീവിതത്തിന്റെ പല സമസ്യകളിലുമായിരിക്കാം. കാരണം ഇവർ സദാസമയം തങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ടോക്കിംഗ് ടു യുവർ സെൽഫ്. അപ്പൊ ആ യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവിന്റെ സ്വരം, ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് പല ആളുകൾ പല രീതിയിൽ വിളിക്കുന്നു. ഞാൻ ഇതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻറ്റ്യൂഷൻ എന്ന് തന്നെയാണ്, അന്തർജ്ഞാനം എന്ന് തന്നെയാണ്. ദ വോയിസ് ഓഫ് യുവർ സോൾ. അതിനോട് ലിസൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം അവിടെ നിന്ന് വരും. ചില ആളുകൾ ഇതിനെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇപ്പൊ എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് പണം വേണം എന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊടുക്കുന്നതിന് പകരം എന്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു, ടാക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് അത് റിസീവ് ചെയ്യുള്ളൂ. അതൊരു കോഡ് പോലെയാണ്, ഒരു പാസ്വേഡ് പോലെയാണ്. ഓരോ കാര്യങ്ങൾക്കും സജഷൻ കൊടുക്കുന്ന സമയത്ത്, ഓട്ടോ സജഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ വരാനിരിക്കുന്ന വീഡിയോയിൽ എന്തായാലും വിശദമായിട്ട് സംസാരിക്കാം. നമ്മുടെ ഈ വീഡിയോയുടെ പർപ്പസ് അതല്ലാത്തത് കൊണ്ട്, ഒത്തിരി നീളത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് നമ്മളോട് തിരിച്ചു പറഞ്ഞു തരികയാണ്. ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ സാധാരണ ബുദ്ധിക്ക് അപ്പുറത്തായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഈ കോൺഷ്യസ് ലെവലിലേക്ക് തരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ശക്തിയാണെന്നും, ഈ ശക്തി ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ ചിന്ത പോവുകയാണെങ്കിൽ ഇത് പരബ്രഹ്മവുമായിട്ട് കണക്റ്റഡ് ആണെന്നും നമുക്ക് മനസ്സിലാകും. സോ അവിടെ നിന്നുള്ള മെസ്സേജുകൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. പക്ഷെ നമ്മുടെ ഇൻറ്റ്യൂഷനും നമ്മുടെ തലയിലേക്ക് വരുന്ന അനാവശ്യ തോട്ടുകൾ, നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ഇമ്പൾസിനെ വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മളിൽ വേണമെന്നുള്ളതാണ്. ഇത് അഭ്യാസം കൊണ്ട് സാധ്യമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ അഭ്യാസം എന്ന് പറയുന്നത് ധ്യാനമാകാം, യോഗയാകാം, അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള മെത്തേഡുകളാകാം.
ഇതൊക്കെ വരും സമയങ്ങളിൽ ഞാൻ പിന്നീട് വിശദീകരിക്കാം. നമുക്ക് അടുത്ത ലക്ഷണം എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മുടെ തലയിൽ തന്നെ നമ്മൾ കേൾക്കുകയാണ് നമ്മുടെ തന്നെ ശബ്ദം. പല കാര്യങ്ങൾ ചെയ്യണം, ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുന്നു. ഇത് ഭയങ്കര ഓവറായിട്ട് വന്ന മാനസിക പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പൂർവ്വപിതാമഹന്മാരുടെ, നിങ്ങളുടെ അടുത്ത് നിന്ന് വേർപെട്ടു പോയിട്ടുള്ള പൂർവ്വപിതാമഹന്മാരുടെ ശബ്ദത്തിലായിരിക്കാം കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രീതിയിലായിരിക്കാം. ഇതിനെ ഒരിക്കലും ഒരു ഓഡിറ്ററി ഹാലൂസിനേഷൻ ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കേൾക്കുന്ന പോലെ തോന്നും, പക്ഷേ ആ കേൾവിക്ക് ഒരു സ്രോതസ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇത് സ്കീസോഫ്രീനിയ പോലുള്ള മാനസിക രോഗങ്ങളിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആത്മീയമായിട്ട് നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള അരുളപ്പാടുകൾ അല്ലെങ്കിൽ വെളിപാടുകൾ നമ്മൾ വേർതിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കണം. ഇത് വളരെ ശാന്തമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ഹാലൂസിനേഷൻ ആണെങ്കിൽ അത് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഭവിക്കും, നമ്മളുടെ ബിഹേവിയറുകളിൽ പ്രോബ്ലം ആയിട്ട് വരും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ പടികൾ മുന്നോട്ട് കയറി പോകാനും നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ അതേ പ്രതി സന്തോഷിക്കുന്ന രീതിയിലേക്ക് ഉയർച്ച ഉണ്ടാക്കാനുമാണ് സഹായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ആയാലും ഈ സ്വരം നമ്മൾ ലിസൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതൊരു കല പോലെയാണ്. ഇത് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഈസി, സ്പോണ്ടേനിയസ് ആയിട്ട്, പീസ്ഫുൾ ആയിട്ട്, കാമായിട്ട്, ബ്ലിസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ കളിക്കുന്ന സമയത്ത് അവർക്ക് ഇമാജിനറി ഫ്രണ്ട്സ് ഉണ്ടാകും. അവരോട് അവർ സംസാരിക്കും, അവർ തിരിച്ചു പറയും, അതിന് മറുപടി പറയും, ചോദ്യങ്ങൾ ചോദിക്കും, കമാൻഡ് ചെയ്യും, ദേഷ്യപ്പെടും, വഴക്ക് പറയും, എല്ലാം അവർ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഇമാജിനറി ഫ്രണ്ട്സ് മുതിർന്നവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ഇപ്പം ചില എഴുത്തുകാരുണ്ട്, നേരം വെളുക്കുമ്പോഴത്തേനും എനിക്ക് വേണ്ട കഥയുമായിട്ട് വരണമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത്, നേരം വെളുക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ട കഥ എഴുതുകയും ആ കഥ അയാൾ പബ്ലിഷ് ചെയ്ത് പണം എടുക്കുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഗുണകരമായിട്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഉപബോധ മനസ്സിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു സജഷൻ മെത്തേഡാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇമാജിനറി ഫ്രണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ പല കാര്യങ്ങൾ ചാനലൈസ് ചെയ്യാനും പല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനും അഡ്വൈസുകൾ കിട്ടാനും ഈ നൈറ്റ് കൗൺസിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ രാത്രിയിൽ ഇത്തരത്തിലുള്ള ബീയിങ്സിനോട് സംവദിക്കുന്നതിന് നൈറ്റ് കൗൺസിൽ എന്ന് പറയുന്നു. ഉറങ്ങാതിരുന്നുള്ള സംവദനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പൊക്കെ ആയിട്ട് ധ്യാനവേളയിലും പ്രാർത്ഥനയ്ക്ക് ശേഷമോ ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണിത്. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈവിൾ സ്പിരിറ്റ്സിനോടല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സം ഇമാജിനറി ബീയിങ്സിനോടാണ്. ഇത് ചിലപ്പോൾ സ്പിരിച്വൽ ബീയിങ്സ് ആയിരിക്കാം. സോ ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന കപ്പാസിറ്റി ആണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. പവർ ഓഫ് ഇമാജിനേഷൻ ഈസ് ഹയർ ദാൻ ദ പവർ ഓഫ് ഇന്റലിജൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ ഉയർച്ചകളിലേക്കും ഇത് മനസ്സിലാക്കാത്ത ആളുകൾ നിരന്തരം അടിമപ്പണിയിൽ ജീവിതം അവസാനിക്കുകയും ചെയ്യും. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സമൂഹം ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ റൺ ചെയ്യുകയാണ്. ശരിക്കും വ്യക്തികളാണ് യഥാർത്ഥത്തിലുള്ളത്, സമൂഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, മതം കൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിൽ മാനിപ്പുലേഷൻ നടത്തുന്നത്? എന്താണ് ഈ മതത്തിന്റെ ആവശ്യകത? ആളുകളെ നിയമത്തിലും മൊറാലിറ്റിയിലും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ. ഞാൻ മതങ്ങളെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുകയല്ല, പക്ഷെ ഈ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ നമ്മൾ ഇതിനെ നോക്കിക്കാണണം. നമുക്ക് യോജിക്കാൻ പറ്റാത്ത ആശയങ്ങളെയും നമ്മുടെ മനസ്സിലിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ള ആള് എന്നുള്ള രീതിയിൽ പോലും നമ്മളെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ഈ ഒരു സെഞ്ചുറിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാര്യങ്ങളെ പഠിക്കാനും അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും യോജിപ്പില്ലാത്ത ആശയങ്ങളെ മനസ്സിലിട്ട് ഇംപ്രൈസ് ചെയ്യാനായിട്ടും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ഈ സൊസൈറ്റിയുടെ ഇല്യൂഷൻ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. എന്താണ് മതം, എന്താണ് നിയമവ്യവസ്ഥ, എന്തുകൊണ്ടാണ് പാപികൾ ഉണ്ടാകുന്നത്, ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ ഹർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാവരുടെ ജീവിതവും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഇതിന് ഈ ഫിസിക്കലായിട്ട് നമ്മൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് വണ്ടികളും ആളും ബഹളവും ഒക്കെ ഉള്ള എന്തോ ഒരു സംഗതിയായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സറൗണ്ടിങ്, ഒരു കൾച്ചറായിട്ടാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക്, ഈ ഫിസിക്കൽ റലത്തിനപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിലുള്ള
ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു എനർജി എന്താണ്, ഇതിന്റെയൊക്കെ ഒരു മറ്റ് പാരലൽ ആയിട്ടുള്ള ഒരു ലെവൽ എന്താണ് എന്നുള്ളത് സ്പിരിച്വൽ കോളുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രപഞ്ചം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും, കാരണം അവർ ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഇവർക്ക് അന്തർജ്ഞാനപരമായിട്ട് അറിയാം എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ്, ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗോസ്റ്റുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫെനമനോളജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഒരുപാട് ആളുകൾ പറയുന്നു, കഥകളിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഇമാജിനേഷൻസ് വരുന്നുണ്ടെങ്കിൽ, ചില ചിന്തകരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന, ഭാവന ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ മറ്റ് തലങ്ങളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആത്മീയമായിട്ടുള്ള വിളിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് പ്രപഞ്ചം തന്നെ കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ ഉള്ളിൽ എത്ര യുക്തിപരമായിട്ട് ഇവരുടെ മൈൻഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അന്തർജ്ഞാനം ഇവർക്കുണ്ടാവും. അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ട്, മറ്റ് ലോകങ്ങളുണ്ട്, മറ്റു പ്രപഞ്ചങ്ങളുണ്ട്, മൾട്ടിവേഴ്സ് ഉണ്ട്. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന്റെ അടുത്തുള്ള ഭൂമി എന്ന് പറയുന്ന ഈ സൗരയൂഥത്തിൽപ്പെട്ട ഈ ഒരു ഗ്രഹത്തിന്റെ ഈ ഒരു ഹാബിച്വൽ സോണില് ആയതുകൊണ്ട് ഇവിടെ ജീവനുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ, നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ എത്രയോ നക്ഷത്രങ്ങൾ കാണാം. ഇതിനപ്പുറത്തേക്കും അൺലിമിറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ കിടക്കുകയാണ്. നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ഒരു ഗോളത്തിനുള്ളിലാണോ, അതോ ഇതെല്ലാം ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണോ? ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇമാജിനേഷൻ ഇവരുടെ ബ്രെയിനിനെ എൻഹാൻസ് ചെയ്ത് ഇൻഫിനിറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവര് തന്നെ തിരിച്ചറിയുകയാണ് ഐ ആം ദ യൂണിവേഴ്സ് എന്നുള്ള കാര്യം എന്നും കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രീ പ്രോഗ്രാമഡ് ആയിട്ടുള്ള അവയർനെസ് അവരുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് ഈ ബോഡിയിൽ ഇൻകാർണേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ നോളജ് കൊണ്ട് ഒരു സ്പിരിറ്റ് ഒരാളുടെ ബോഡിയിൽ ഇൻകാർണേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അയാളുടെ കോൺഷ്യസ് ബ്രെയിൻ മനസ്സിലാക്കുന്നു എന്നുള്ളതും കൂടി ഇവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരുപാട് അർത്ഥതലങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. പുനർജന്മമോ അതിനും മുകളിലുള്ള കൺസെപ്റ്റുകളിലേക്കോ ആണ് വെളിച്ചം വീശുന്നത്. പക്ഷെ ഈ ചിന്തകളുള്ള ആളുകൾ, ഇമാജിനേഷൻ വളരെ വൈഡായിട്ടുള്ളവരാണ്. ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സഹകരിക്കാനും ലോകത്ത് പലതും ചെയ്യുവാനായിട്ടും സാധിക്കും. ജീവിച്ചിരിക്കുന്ന കാലം വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് വെളിച്ചമേകാനും ഒരുപാട് പേരെ സൃഷ്ടിയിലേക്ക് അടുപ്പിക്കാനും സാധിക്കുന്ന ഗുരുക്കന്മാർക്ക് കിട്ടിയിരിക്കുന്ന സിദ്ധി ഈ വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉയർന്ന അസ്തിത്വ ബോധമുണ്ടായിരിക്കും. എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഉയർന്ന അവയർനെസ്. വാട്ട് ഈസ് ദിസ് വേൾഡ്? ഈ ലോകത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പ്രപഞ്ചത്തിന്റെ അനന്തതയുടെ കാരണം എന്തായിരിക്കാം? ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കുമോ? ഈ ക്രിയേറ്റേഴ്സിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹയർ പവർ ഉണ്ടായിരിക്കുമോ? എന്തുകൊണ്ടാണ് മനുഷ്യരാശികൾ പല രീതിയിലായിരിക്കുന്നത്? ശാസ്ത്രം നൽകുന്ന ഉത്തരങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള വലിയ അവയർനെസ് ഇവർക്കുണ്ടായിരിക്കും. തങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ചിട്ടുള്ള ഉയർന്ന ബോധ്യം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. ഇവർക്ക് ഇവരെ കുറിച്ച് തന്നെ, ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ പുറത്തുള്ളവരെ കുറിച്ചും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു തരം ജനറലൈസേഷൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു തരം പ്രൊജക്ഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇൻട്രോസ്പെക്ഷനിലൂടെ കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് അതിനും അപ്പുറത്തേക്ക് ഈ യുക്തി വിചാരങ്ങളുടെ ഒക്കെ മുകളിലുള്ള യുക്തി എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. ഇവർക്ക് സ്പിരിച്വൽ ലോസ്, ഞാൻ വരാനിരിക്കുന്ന വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്ന ആത്മീയതയുടെ പിന്നിലുള്ള നിയമങ്ങൾ ഇവർക്ക് അറിയാമെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ആത്മീയതയിൽ ഉയർന്നു കഴിയുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ വിളിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉപരിപ്ലവമായ സംസാരങ്ങളിൽ തീരെ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അമിതമായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചോ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. ഇവർക്കത് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നിങ്ങൾ കുറച്ചു നേരമൊക്കെ സഹിച്ചിരുന്നതിന് ശേഷം മറ്റ് സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ സമയവും ഈ പറയുന്നവന്റെ സമയവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങോട്ട് ഒരുപാട് പറയുന്നവൻ എന്നാണോ നിശബ്ദനാകുന്നത് അന്നാണ് അവന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്ത് ഇത്തരം ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറിപ്പോവുക എന്നാണ് എനിക്ക്
ഇവിടെ നൽകാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ മിണ്ടാമടങ്ങളുണ്ട്, സംസാരിക്കാത്ത സന്യാസികളും സന്യാസിനികളും കഴിയുന്ന സ്ഥലങ്ങളുണ്ട്, മൗനവ്രതത്തിൽ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയ ആളുകളുണ്ട്. ഇവരൊക്കെ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക, മൗനത്തിലിരുന്നാലും നമ്മൾ ക്രിയേറ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് കാണിച്ചു തരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല പറയുന്നത്, ഇത് ഓരോ വ്യക്തികളുടെ ആത്മീയ വിളിക്കനുസരിച്ച് വരുന്ന കാര്യമാണ്. എന്നിരുന്നാലും നിയന്ത്രണം എന്നുള്ളതാണ്, നാവിന്റെ നിയന്ത്രണം എന്നുള്ളതാണ്. നാവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. ഏതൊരുവനും അവനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അവൻ സ്വതന്ത്രനാവുകയുള്ളൂ. കാരണം സ്വയം നിയന്ത്രണമാണ് സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സ്വയം നിയന്ത്രണം എല്ലാവരും പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അടുത്തതായിട്ടുള്ള പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൗതികവാദങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മെറ്റീരിയലിസം വളരെ ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. ചില ആളുകൾ ബുദ്ധിജീവിയാകാനും അല്ലെങ്കിൽ അവനവന്റെ ചില കാര്യങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഫിലോസഫി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് മനസ്സമാധാനപ്പെടുവാനും അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് ഈ മെറ്റീരിയലിസത്തിൽ കൂടെയും എത്തീസത്തിൽ കൂടെയും അല്ലെങ്കിൽ ഒരു യുക്തിവാദത്തിൽ കൂടെയും ഒക്കെ ആയിരിക്കും. ഈ യുക്തിവാദം എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് അതൊരു ലിമിറ്റഡ് ആണ്. അപ്പൊ ചെറിയ കാര്യങ്ങളെ എടുത്തു വെച്ച് വലിയ കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നവന് അവന് സ്വയം നേട്ടമുണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവന് ആരാധകരുണ്ടാകും. ഇവനെ ആരാധിക്കുന്നത് കൊണ്ട് ഈ ആരാധകർക്ക് എത്രമാത്രം മനഃശാന്തി കിട്ടുന്നുണ്ട്, എത്രമാത്രം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്, എത്രമാത്രം ഉയർച്ച ഉണ്ടാകുന്നതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു ആത്മീയ ഗുരുവിനെ പിന്തുടരുന്നവർക്കാകട്ടെ അവർക്ക് സന്തോഷം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, വളർച്ച ലഭിക്കുന്നു, അടിമത്തത്തിൽ നിന്ന് അവർ സ്വതന്ത്രരാകുകയാണ് ചെയ്യുന്നത്. എല്ലാ ആത്മീയ ഗുരുകളും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടിമയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക. കാരണം ഏത് ഗുരുവിനേക്കാളും ശക്തിയുള്ള കാര്യം നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങൾ ക്രിയേറ്ററുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. സോ ആ കഴിവ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടിമത്ത സംസ്കാരങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതിന്റെയും അടിമകളാണെന്ന്, രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ചിന്താധാരകളുടെയും ഒക്കെ അടിമകളാണ്. ഇതിന്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ബീയിങ് ആണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജ്ഞാനോദയം കിട്ടിയ അവസ്ഥയാണ് നമുക്ക് പ്രാപിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരും ജ്ഞാനോദയം പ്രാപിക്കുന്ന സമയത്ത് ഭൂമി ഒരു സ്വർഗമായി മാറുമെന്നും ഇത് സാധ്യമല്ലാത്ത ഒരു ഉട്ടോപ്യൻ ചിന്തയാണെന്നുള്ളതും വെടിഞ്ഞുകൊണ്ട് സ്വയം ഒരു ലൈറ്റ് ബീയിങ് ആയിട്ട് മാറുക, ഒരു ലൈറ്റ് വർക്കറായിട്ട് മാറുക, പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഒരു മെഴുതിരി കത്തിച്ച് മറ്റൊരുത്തന് കൊടുക്കുന്നത് പോലെ ഈ തിരി അവർ പരസ്പരം അങ്ങനെ കത്തിച്ച് കത്തിച്ച് ലോകം മുഴുവൻ ഒരു പ്രകാശപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു കാലത്ത് വരും എന്നുള്ളത് ആത്മീയാചാര്യന്മാർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അത് സൃഷ്ടാവിന്റെ ഹിതമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള സമയം എന്ന് പറയുന്നത് അടുത്തടുത്ത് വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിലേക്കുള്ള വെളിച്ചമാണെന്ന് മനസ്സിലാക്കുക. ഇത് സ്വതന്ത്രമാണ്, ആർക്ക് വേണമെങ്കിലും വരാം, ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഇതിനെ നോക്കിക്കാണാം, ആരുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഒന്നിനും എതിരോ ഒന്നിനും അനുകൂലവുമല്ല. മിഡിൽ പാത്ത് ഇസ് ദ ഗോൾഡൻ പാത്ത് എന്നുള്ളതും ആത്മീയതയുടെ വെളിയിൽ ലഭിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ റിയലൈസേഷൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിലും മനുഷ്യന്റെ പെരുമാറ്റ രീതികളിലും ഒക്കെ വളരെ താല്പര്യമുണ്ടാകും. ഇത് മറ്റുള്ളവനെ കുറിച്ച് അവനെ കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്തു വരുന്നതല്ല. ആത്യന്തികമായിട്ട് എന്താണ് ഹ്യൂമൻ ബീയിങ്സ്, ഇവരുടെ ബിഹേവിയർ എന്താണ്, ഇവരുടെ മനസ്സെന്താണ്, ഈ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇവർക്ക് മനസ്സിനപ്പുറത്തേക്കുള്ള ആത്മാവുണ്ടോ, ജീവന്റെ ആധാരം എന്താണ്, ജീവനും മനസ്സും വ്യത്യസ്തമാണോ, എന്താണ് ഈ ഓറ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി, സബ്റ്റിൽ ബോഡി എന്ന് പറയുന്ന കാര്യം എന്താണ്, അസ്ട്രൽ ബോഡി എന്താണ്, കാരണശരീരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ, പുനർജന്മമുണ്ടോ, ആത്മാക്കൾ സഞ്ചരിക്കുന്നുണ്ടോ, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മറ്റൊരു ജീവിയിലേക്ക് റീഇൻകാർണേഷൻ നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ക്യൂരിയോസിറ്റി, ഇതിന്റെയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ളവർ മനഃശാസ്ത്രത്തിലും വളരെ താല്പര്യമുള്ളവരായിരിക്കും. അതിലുപരിയായിട്ട് ഫിലോസഫി എന്ന് പറയുന്നതും അവർക്ക് വഴങ്ങുന്ന ഒരു വിഷയമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ആതുര സേവനം പോലുള്ള കാര്യങ്ങൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മനഃശാസ്ത്രജ്ഞര് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമാകുന്ന രീതിയിലുള്ള
ഏത് പ്രൊഫഷൻസിലുള്ള ആളുകളെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. ഇവരുടെ ഓറ, ഇവർ നൽകുന്ന എനർജി എന്ന് പറയുന്നത് ഒരു സൂതിങ് വൈബ്രേഷൻ ആയിരിക്കും. ഇവരൊരു ആത്മീയ ഗുരു ആയിരിക്കില്ല, ആത്മീയാചാര്യനായിരിക്കില്ല, സിദ്ധികൾ കാണിക്കുന്ന ആളായിരിക്കുകയില്ല, അല്ലെങ്കിൽ ആത്മീയത സംസാരിക്കുന്നവരായിരിക്കില്ല. പക്ഷെ അവരുടെ പ്രസൻസ് തന്നെ പല സമയങ്ങളിലും നിങ്ങൾ മുറിവേറ്റ് നിൽക്കുന്ന അവസരങ്ങളിൽ, മനസ്സിനോ ശരീരത്തിനോ മുറിവേറ്റ് നിൽക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ കടുമയായിട്ടിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ആശ്വാസമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ തന്നെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ കാണുന്നുമുണ്ടായിരിക്കും. സോ ഇത്തരം ഹെൽപ്പിംഗ് പ്രൊഫഷൻസിൽ നമുക്ക് ഇത്തരത്തിൽ യൂണിവേഴ്സൽ കോളുള്ള ഒരുപാട് പേരെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവർ എവിടെ ആയിരുന്നാലും, ഏത് പ്രൊഫഷനിലായിരുന്നാലും മറ്റുള്ളവരിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഹീലിംഗ് പ്രൊഫഷൻസിൽ അവരെ കാണാനായിട്ട് സാധിക്കുന്നു. അതിലുള്ള താല്പര്യം എന്നതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ലീഡർഷിപ്പ്, ഒരു ലീഡർ ആകാനുള്ള കപ്പാസിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരിൽ വന്നു ചേരും എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇന്റൻഷനലി ഒരു ലീഡർ ആവുക എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല, അധികാരത്തോടുള്ള മോഹം, പവറിനോടുള്ള മോഹം ഉണ്ടായിരിക്കുകയില്ല. അതിന് പകരമായിട്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഇവരുടെ ഒരു ഇന്റൻഷൻ, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ, സ്വയം നന്നാവണം എന്നുള്ള ഒരു ഇന്റൻഷൻ, സ്വന്തം ഫാമിലി അല്ലെങ്കിൽ ചുറ്റിനുള്ളവരെ നന്നാക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ, ഭൂമിക്കും അല്ലെങ്കിൽ പ്രകൃതിക്കും നന്മ ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ, അതാണ് ഇവരെ ലീഡറാക്കി മാറ്റുന്നത്. ഇവർ ലീഡറാക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രപഞ്ചമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കർമ്മം ചെയ്യാനായിട്ട് പ്രപഞ്ചം എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടാകും. അവരുടെ ഇച്ഛാശക്തി കൂടി അതിന്റെ കൂടെ ചേർത്ത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഉന്നതമായിട്ടുള്ള നേട്ടങ്ങൾ, ബിയോണ്ട് ഇമാജിനേഷൻ, അത്തരത്തിലുള്ള നേട്ടങ്ങൾ, വളർച്ചകൾ അവർക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും. ഇതൊരു സ്വാർത്ഥ താല്പര്യത്തിലല്ല, മൊത്തത്തിൽ എല്ലാവർക്കും നന്മ വരിക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവസാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് മരണത്തെ ഭയമില്ല എന്നുള്ളതാണ്. ഈ സ്ഥൂല ശരീരം അഥവാ ഗ്രോസ് ബോഡി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫിസിക്കൽ വെഹിക്കിൾ ആണെന്നും ആത്മാവ് ലോകത്തെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ അസ്ട്രൽ ബോഡിയും ഈ ഒരു ഗ്രോസ് ബോഡിയും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും എന്നൊക്കെ ഉള്ളത് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണ ശരീരത്തിലാണ് എല്ലാ സംസ്കാരങ്ങളും അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും മറ്റ് ജന്മങ്ങളിലുള്ള വാസനകളും ഒക്കെ അതിലാണുള്ളത് എന്നുള്ളതും, ഇതാണ് ആത്യന്തികമായിട്ടും മരണത്തിന് ശേഷമുള്ള ആത്മാവിന്റെ വാഹനം എന്നതും ഇവർ മനസ്സിലാക്കുന്നു. ആത്മാവ് മോക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാത്തിലെയും അലിയിച്ചു കളഞ്ഞ് പരബ്രഹ്മത്തിലേക്ക് ലയിക്കുമെന്നും, അല്ലെങ്കിൽ പുനർജന്മത്തിലേക്ക് പോകുമെന്നും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുമൊക്കെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തോട്ട്സ് ഇവർക്കുണ്ടായിരിക്കും. പക്ഷെ ഇവർക്കറിയാം ഈ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ യാത്രയുടെ പരമമായ ലക്ഷ്യം പരബ്രഹ്മവും മോക്ഷവുമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. എറ്റേണൽ ഹാപ്പിനെസ് ആൻഡ് ബ്ലിസ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് എന്ന് നടക്കുമെന്നുള്ളത് അറിയില്ല, ആർക്കും അറിയില്ല എന്നുള്ള സത്യവും അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ ഈ യാത്രയെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. ഭൗതികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ലെസ്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധിയെ, ദൈവികമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള എനർജിയെ, ദൈവവുമായിട്ടുള്ള ക്രിയേറ്ററുമായിട്ടുള്ള ബന്ധത്തിനെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കുക. ഫുഡും ട്രാവലും സ്ലീപ്പും മാത്രമല്ല എൻജോയ്മെന്റ്. ഈ ഭൗതികമായിട്ടുള്ള മദ്യപാനാസക്തികളും ഡ്രഗ്സുമല്ല എൻജോയ്മെന്റ്. സെക്ഷൽ ആയിട്ടുള്ള വഴിവിട്ട കാര്യങ്ങളല്ല എൻജോയ്മെന്റ്. എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രപഞ്ചത്തെ കാണുമ്പോഴുള്ള ആ ഒരു ബ്ലിസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂട്ടർ മുന്നോട്ട് പോവുകയാണ്. ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് ഉയരാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു നാളെയെ പടുത്തുയർത്താനായിട്ട് മുന്നോട്ട് പോവുകയാണ്. വസുധൈവ കുടുംബകം സാധ്യമാക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.